നമസ്കാരം. ഓരോ ഒളിമ്പിക്സും പുതിയ സൂപ്പർ താരങ്ങളെ സമ്മാനിക്കുന്നത് പോലെ ഓരോ ഒളിമ്പിക്സിലും സൂപ്പർ താരങ്ങളുടെ വിടവാങ്ങലും കാണും. ലോക കായിക ചരിത്രത്തിൽ ഇടം നേടിയവരിൽ പലരും പാരീസിലും കളത്തിലിറങ്ങുന്നുണ്ട്. അവസാന അംഗത്തിനൊരുങ്ങുന്ന സൂപ്പർ താരങ്ങൾ ആരൊക്കെ? ഇത്തവണ അമേരിക്കയുടെ പതാകവാഹകനാകുന്ന ബാസ്കറ്റ്ബോൾ ഇതിഹാസം ലെബ്രോൺ ജെയിംസ് ഒളിമ്പിക്സിൽ അവസാന പോരാട്ടത്തിനാണ് പാരീസിൽ ഇറങ്ങുന്നത്. ഒളിമ്പിക്സിൽ ബാസ്കറ്റ്ബോൾ ഭരിക്കുന്നത് തന്നെ അമേരിക്കയാണ്. സ്വർണത്തിൽ കുറഞ്ഞതൊന്നും NBA താരങ്ങൾ ഉൾപ്പെടുന്ന അമേരിക്കൻ ടീം ആഗ്രഹിക്കാറില്ല. ഇതുവരെ ഒളിമ്പിക്സിൽ പുരുഷ ടീം സ്വർണം നേടിയത് 16 തവണ. ലെബ്രോൺ ജെയിംസ് ആകട്ടെ 2008-ലും 2012-ലും സ്വർണം നേടിയ ടീമിൽ അംഗവുമായിരുന്നു. 4 തവണ NBA ചാമ്പ്യനായ ലെബ്രോൺ ജെയിംസ് അമേരിക്കയുടെ പതാക വഹിക്കുന്ന ആദ്യ പുരുഷ ബാസ്കറ്റ്ബോൾ താരമാകാൻ ഒരുങ്ങുകയാണ്. 39-കാരനായ താരത്തിന് 3 പതിറ്റാണ്ടുകളിൽ ഒളിമ്പിക്സിൽ കളിക്കുന്നുവെന്ന അപൂർവ നേട്ടവുമുണ്ട്. 2004 ഏതൻസ് മുതൽ ഒളിമ്പിക്സ് വേദിയിലുണ്ട് ലെബ്രോൺ. കഴിഞ്ഞ 2 ഒളിമ്പിക്സുകളിൽ നിന്ന് വിട്ടുനിന്ന ശേഷം തിരിച്ചു വരുന്നത് സ്വർണ്ണ നേട്ടത്തോടെ ഒളിമ്പിക്സിനോട് വിട പറയാൻ. റാഫേൽ നദാൽ ഇത്തവണ റൊളാങ് ഗാരോസിലെ കളിമൺ കോർട്ടിലേക്ക് ഒളിമ്പിക്സ് ടെന്നീസ് എത്തുമ്പോൾ എല്ലാ കണ്ണുകളും സ്പാനിഷ് താരം റാഫേൽ നദാലിലേക്കാണ്. നദാൽ നേടിയ 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളിൽ 14 എണ്ണവും പാരീസിലെ കളിമൺ കോർട്ടിൽ. ൽ സിംഗിൾസിലും 2016 ഡബിൾസിലും ഒളിമ്പിക് സ്വർണം നദാലിന്റെ അക്കൗണ്ടിലുണ്ട്. 38-ാം വയസ്സിൽ അവസാന ഒളിമ്പിക്സിനൊരുങ്ങുന്ന റാഫേൽ നദാൽ കളിമൺ കോർട്ടിൽ 2 മെഡൽ ഇത്തവണ ലക്ഷ്യമിടുന്നുണ്ട്. സിംഗിൾസിനൊപ്പം കാർലോസ് അൽക്കറാസിനെ പങ്കാളിയാക്കി ഡബിൾസിലും നദാൽ ഇറങ്ങും. പരിക്കിന് ശേഷമുള്ള മികച്ച തിരിച്ചുവരവാണ് നദാൽ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞയാഴ്ച സ്വീഡിഷ് ഓപ്പണിന്റെ ഫൈനലിൽ തോറ്റെങ്കിലും പരിക്കിന് ശേഷം ഫൈനൽ ഉറപ്പിക്കാനായത് ആശ്വാസം. 2012-ലും 2016-ലും ഒളിമ്പിക് സ്വർണം നേടിയ ബ്രിട്ടീഷ് ടെന്നീസ് താരം ആൻഡി മറേയും അവസാന പോരാട്ടത്തിനാണ് പാരീസിൽ ഇറങ്ങുക. വേഗരാജാവ് ഉസൈൻ ബോൾട്ടെങ്കിൽ ജമൈക്ക സമ്മാനിച്ച വേഗറാണിയാണ് ഷെല്ലിയാൻ ഫ്രേസർ പ്രൈസ്. 1.5 പതിറ്റാണ്ടിലധികമായി ലോക ട്രാക്കിൽ മിന്നൽ പിണറായി തുടരുന്ന താരം. എട്ട് ഒളിമ്പിക് മെഡൽ നേടിയ ഷെല്ലിയാൻ ഫ്രേസറിന്റെ അക്കൗണ്ടിൽ ലോക ചാമ്പ്യൻഷിപ്പിലെ 5 സ്വർണമെന്ന നേട്ടവുമുണ്ട്. ഒളിമ്പിക്സിൽ 100 മീറ്റർ സ്വർണം നേടിയ ആദ്യ കരീബിയൻ വനിത, ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ പ്രായമേറിയ വനിത, 5 ലോക ചാമ്പ്യൻഷിപ്പുകൾ സ്വന്തമാക്കിയ ഏക വനിതാ സ്പ്രിന്റർ തുടങ്ങി റെക്കോർഡ് ബുക്കുകളിൽ പല തവണയുണ്ട് ഷെല്ലിയുടെ പേര്. അമ്മയായ ശേഷവും 2 തവണ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മികവുമുണ്ട് ഷെല്ലിയാൻ ഫ്രേസർക്ക്. 2008 ബീജിംഗിൽ തുടങ്ങിയ ഒളിമ്പിക് സ്വർണ്ണവേട്ട 2024-ൽ 37-ാം വയസ്സിൽ അവസാന ഒളിമ്പിക്സിലും സ്വന്തമാക്കാനാണ് ഷെല്ലി ഇറങ്ങുന്നത്. എലിയുഡ് കിപ്ചോഗെ ലോകം കണ്ട ഏറ്റവും മികച്ച മാരത്തൺ ഓട്ടക്കാരിൽ മുന്നിലാണ് കെനിയൻ താരം എലിയുഡ് കിപ്ചോഗയുടെ സ്ഥാനം. തുടർച്ചയായ 3-ാം ഒളിമ്പിക് സ്വർണം ലക്ഷ്യമിട്ടാണ് കിപ്ചോഗെ പാരീസിൽ ഇറങ്ങുക. മാരത്തണിൽ റിയോയിലും ടോക്കിയോയിലും കിപ്ചോഗയ്ക്കായിരുന്നു സ്വർണം. 2004-ൽ ഏതൻസ് മുതൽ ഒളിമ്പിക് വേദിയിലെ സ്ഥിര സാന്നിധ്യമാണ് കിപ്ചോഗെ. മാരത്തൺ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ആദ്യ 10 സമയങ്ങളിൽ 4-ഉം കിപ്ചോഗയുടെ പേരിലുമാണ്. 39-കാരനായ ഇതിഹാസ താരത്തിന് ഇനിയൊരു ഒളിമ്പിക്സിന് ബാല്യമില്ലെങ്കിലും മാരത്തണിൽ ഇത്തവണയും സ്വർണ്ണ പ്രതീക്ഷയുണ്ട്. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം മാർത്ത. ആറാം ഒളിമ്പിക്സിനൊരുങ്ങുകയാണ് വനിതാ ഫുട്ബോളിലെ റാണി മാർത്ത. ഈ വർഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരം അവസാന പോരിനാണ് പാരീസിലിറങ്ങുന്നത്. തുടർച്ചയായി 5 ഒളിമ്പിക്സുകളിൽ ഗോൾ നേടിയ താരമെന്ന തന്റെ തന്നെ റെക്കോർഡ് മറികടക്കാനുള്ള അവസരവുമുണ്ട് മാർത്തയ്ക്ക് മുന്നിൽ. ഫുട്ബോളിൽ അർജന്റീനയ്ക്കൊപ്പം 4 കിരീടങ്ങൾ നേടിയ നിക്കോളാസ് ഓട്ടോമാറ്റിക്കാണ് ഇത്തവണ ഒളിമ്പിക് ടീമിനെ നയിക്കാനുള്ള ചുമതല. 2008-ൽ രാജ്യം നേടിയ ഒളിമ്പിക് സ്വർണം വീണ്ടെടുക്കാൻ ഇറങ്ങുന്ന ഓട്ടോമാറ്റിക്ക് ഇനിയൊരു ഒളിമ്പിക്സിനുള്ള ബാല്യമില്ല.
7 വർഷമായി ഫ്രാൻസ് നിരയിൽ കളിക്കാത്ത അലക്സാണ്ടറെ ലക്കാസെറ്റാണ് ഇത്തവണ ശ്രദ്ധേയമാകുന്ന മറ്റൊരു താരം. സ്വന്തം മണ്ണിൽ സ്വർണവുമായി മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് ലക്കാസെറ്റ്. യൂറോ ടീമിലെ താരങ്ങൾക്ക് വിശ്രമം നൽകാനുള്ള തീരുമാനമാണ് ലക്കാസെറ്റിന് അവസരമൊരുക്കിയത്. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമാൽ. 42-ാം വയസ്സിൽ 5ാം ഒളിമ്പിക്സിനാണ് ശരത് കമാൽ ഒരുങ്ങുന്നത്. പത്ത് തവണ ദേശീയ ചാമ്പ്യനായ ശരത് കമാൽ കോമൺവെൽത്ത് ഗെയിംസിൽ 7 സ്വർണ്ണമടക്കം 13 മെഡലുകൾ നേടിയ താരമാണ്. ഇത്തവണ ഇന്ത്യയുടെ പതാക വഹിക്കുന്നതും ശരത് കമലാണ്. അവസാന ഒളിമ്പിക്സിൽ മെഡലോടെ വിട പറയാനാകും ശരത് കമലിന്റെ മോഹം. ഹോക്കി വേദിയിൽ ഇന്ത്യയുടെ കാവൽക്കാരൻ PR ശ്രീജേഷും അവസാന പോരാട്ടത്തിനാണ് പാരീസിൽ ഇറങ്ങുന്നത്. ഇതിഹാസങ്ങൾ പടിയിറങ്ങുമ്പോൾ പുതിയ താരങ്ങളുടെ ഉദയത്തിനും പാരീസ് വേദിയാകും.